പോകാൻ വേണ്ടി റെഡിയായി. വീട്ടിലെത്തി ആരും തന്നെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അങ്ങനെ അക്കുവിനെ ആൾക്ക് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. മമ്മ പിള്ളേരുടെ അടുത്ത് തന്നെയാണ് വർത്താനം പറഞ്ഞിട്ടും കളിപ്പിച്ചിട്ടൊക്കെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ ക്രിസ്മസ് ദിവസം, ഫസ്റ്റ് ക്രിസ്മസ് ആണ് അവരുടെ. രാവിലെ തന്നെ രണ്ടുപേരും നേരത്തോടുകൂടി എനിക്ക് നല്ല കളിയിലാണ്. ഇന്ന് എന്തെങ്കിലും പോകാണ്ടെന്ന് അറിഞ്ഞു തോന്നുന്നുണ്ട്. രണ്ടാളും നേരത്തെ എനിക്ക് നല്ല കളിയില്ല, അല്ലെങ്കിൽ ഈ നേരത്തൊക്കെ നല്ല ഉറക്കമുള്ള ആൾക്കാരാണ്. അക്കും ഇതൊക്കെ ഇന്ന് നേരത്തെ എനിക്ക് ഇത് കളിക്കാൻ കിടക്കുകയാണ്. രാവിലെ തന്നെ കളിക്കാൻ കിടക്കുകയാണ്. ക്രിസ്മസ് ആയിട്ട് പ്രത്യേകിച്ച് വലിയ ആഘോഷം അങ്ങനെയൊന്നും ഇല്ല. കുറേ നാളായി എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകണം എന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസം പോവാം, അപ്പോൾ ഉണ്ണിയോളേനൊക്കെ അവർക്കും കാണാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്മസിന് എല്ലാവർക്കും ലീവ് ഉണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അമ്മയുടെ അമ്മയും അവിടെ ഉണ്ട്. അപ്പോൾ അമ്മമ്മ അവിടുന്ന് പോയിട്ട് കുറച്ച് നാളായി. അപ്പോൾ അമ്മമ്മേനെയും കാണാം എന്നുള്ളൊരു രീതിക്കാണ് ഇന്ന് പോണത്. അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് എല്ലാവർക്കും കാണാം. അക്കു ഒരു നല്ല ചിരിയൊക്കെ പാസ്സാക്കി തന്നിട്ടുണ്ട്. അവനോട് വർത്തമാനം പറയുമ്പോൾ വിധു അക്കുവിനെ ഇനി നോക്കുമായിരുന്നു. സൈഡ് തിരിഞ്ഞ് കിടന്നിട്ട് അവൻ എന്താ ചെയ്യണം, അവരെന്താ ചെയ്യണമെന്ന്. അങ്ങനെ അമ്മ വന്നു, വിധുവിനെടുത്തു, ഞാൻ അക്കുവിനെ എടുത്തു. ഞങ്ങൾ മേലെ കിടന്നു. ഇപ്പോൾ രാവിലെ അമ്മ വരണം, ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതുവരെ ഞങ്ങൾ മേലെ തന്നെ കിടക്കുക. രണ്ടാളും ഉണർന്നിരിക്കുന്ന കാരണം വേഗം തന്നെ അവരെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ വേഗം കിടന്നു തുടങ്ങി. അമ്മേനെ നോക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നല്ല ദോശ ചുടുകയായിരുന്നു. എനിക്കുള്ള ദോശയും ചായ എടുത്ത് ഞാനും ചായ കുടി തുടങ്ങി. അവർ ഉറങ്ങി കിടക്കുന്ന കാരണം ഇന്ന് സ്വസ്ഥമായിരുന്നിട്ട് ചായ കുടിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ആകെപ്പാടുള്ള എനിക്കുള്ള പണിയാണ് അടി തൊട. അതുകൊണ്ട് അവർ ഉറങ്ങുന്ന നേരം കൊണ്ടാണ്ട് ചെയ്ത് വെച്ചു. അതിന് ശേഷം അവർ കിടന്ന് ഉറങ്ങല്ല. അപ്പോൾ ഒരു പൊട്ട് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പുറത്ത് പോകണതല്ലേ, അപ്പോൾ ഒരു പൊട്ടൊക്കെ കുത്തി കൊടുത്തു. അങ്ങനെ പൊട്ടൊക്കെ കുത്തി അവർ സുന്ദരന്മാരായിട്ട് നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ പോയി എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറാൻ നോക്കി. അവിടെ എനിക്കിപ്പോൾ പിന്നെ മാമ അടുത്തുണ്ടായിരുന്നു. മാമനെന്നെ ലീവായ കാരണം മാമ കളിപ്പിച്ചുകൊണ്ട് നോക്കി. അങ്ങനെ അവരുടെ ഡ്രസ്സ് മാറ്റിക്കലും കഴിഞ്ഞ് ഞാനും ഡ്രസ്സ് മാറി ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി. ഓട്ടോയിലാണ് പോണത്. അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഓട്ടോ എത്തി. ഞാനും അമ്മയും മാത്രമാണ് ആദ്യം പോകണല്ലോ. ഏട്ടൻ പിന്നെ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞു, ബൈക്കിൽ വരാൻ പറഞ്ഞു. മേമയുടെ വീട് അടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റ് ദൂരമുള്ളൂ. മങ്ങാടാണ് വീട്, എൻ്റെ വീട് അരുവായി. അങ്ങനെ മേമയുടെ വീട്ടിലെത്തി. ആരും ഉമ്മാർത്തുണ്ടായിരുന്നില്ല. അമ്മമ്മ ഹോളിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മമ്മ കുട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അങ്ങനെ അക്കുവിനെ അമ്മമ്മയുടെ മടിയിൽ കൊടുത്തു. അമ്മാമ്മേനായിട്ട് അക്കു വർത്താനം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വിധുവിനെ മേമയുടെ മോനെടുത്തു. സന്തോഷത്തിൽ എല്ലാവരെയും ആയിട്ട് വർത്താനമായിരുന്നു. പിന്നെ മേമയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീടും തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവരും ഉണ്ട്. അക്കു അമ്മമ്മയുടെ കയ്യിലിരുന്നിട്ട് നല്ല വർത്തമാനത്തിലും ചിരിയിലൊക്കെയാണ്. പിന്നെ എല്ലാവരും മാറി മാറി എടുത്ത് കൊഞ്ചിക്കണ തിരക്കിലാണ്. ചെന്നോടിന് ചായ കുടിച്ചു. ക്രിസ്മസ് ആയിട്ട് കേക്കൊക്കെ ആയിരുന്നു കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിധു കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് അക്കു ഉറങ്ങിച്ചിട്ട് കിടത്തിയപ്പോൾ അക്കു എണീക്കണം. അക്കു കരഞ്ഞു തുടങ്ങി. അങ്ങനെ അക്കുവിനെ ഉറക്കി വന്നപ്പോഴേക്കും വിധു എണീറ്റു. ഇതന്നെയാണ് അവസ്ഥ, ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ എണീക്കും. അങ്ങനെ അധികം നേരമൊന്നും അക്കും കിടന്നില്ല. അക്കു എണീറ്റിട്ട് വീണ്ടും കളി തുടങ്ങി. ഒരു 5 മിനിറ്റ് ഉറക്കം, ഒരു പൂച്ചുറക്കം മാത്രമേ ഇവർക്കുള്ളൂ. അങ്ങനെ അക്കു എണീറ്റിട്ട് അമ്മമ്മേനായിട്ട് വർത്താനം കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബാക്കിലൊക്കെ പോയിരുന്നു. അവിടെ എല്ലാവരെയായിട്ടും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവിടെ പാപ്പൻ്റെ അനിയൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊക്കെ വന്നിട്ട് ഉണ്ണീനെ എടുക്കാനും വർത്താനം പറയാനും ഒക്കെ ഇരിക്കുകയായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു വട്ടം പോയിട്ടുണ്ട്, ഫസ്റ്റ് അറിഞ്ഞ സമയത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല. അപ്പോൾ എല്ലാവരെയും കാണാം എന്നുള്ള രീതിക്ക് പോയതാണ്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. സമയമൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഉച്ചയായി. ഉച്ചയ്ക്ക് നല്ല മീൻകറി കൂട്ടിയിട്ട് ചോറൊക്കെ കൊണ്ടു. ഞാൻ അമ്മമ്മയും ആദ്യം ഇരുന്നു. പിന്നെ ഉണ്ണിയോളേനെ അവിടെ എടുക്കാൻ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ സുഖമായിരുന്നു. ചോറൊക്കെ കൊണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമ്മ പിള്ളേരുടെ അടുത്ത് തന്നെയാണ്, വർത്താനം പറഞ്ഞിട്ടും കളിപ്പിച്ചിട്ടൊക്കെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്ന് മയങ്ങി. പിന്നെ 4 മണി കഴിഞ്ഞിട്ടിപ്പോൾ ചായ റെഡി ആവുന്നുണ്ട്. ചായയും പഴംപൊരിയും കേക്കും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത് കഴിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സുട്രു വന്നത്. ഇതിൻ്റെ വല്യമ്മയുടെ മോൻ്റെ കുട്ടിയാണ്. അവൻ്റെ അമ്മ എൻ്റെ മേമ്മയുടെ ഹസ്ബൻഡിൻ്റെ
അനിയൻ്റെ മോളാണ്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷനും കൂടി ഉണ്ട്. പിള്ളേരപ്പോഴേക്കും ഒന്ന് ഇറങ്ങി. അപ്പോൾ സുട്രുവിൻ്റെ ബോൾ എറിയണ ഇതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് സമയമായി 5 മണി 5:30 ആയി. അപ്പോൾ പോകാൻ തയ്യാറെടുപ്പായി. അമ്മമ്മോട് യാത്രയ്ക്ക് പറഞ്ഞ് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.